Hello, good morning all. Today we are going to discuss what are the advantages of partnership business. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മെറിറ്റുകൾ, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം ഈസ് ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അത് ഫോം ചെയ്യുന്നതിനും അതുപോലെ തന്നെ അത് ക്ലോസ് ചെയ്യാനും വളരെ ഈസിയാണ്. A partnership firm can be formed easily by putting an agreement between proposed partners. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ പോലെ വലിയ രീതിയിലുള്ള ലീഗൽ ഫോർമാലിറ്റീസോ കാര്യങ്ങളോ ഒന്നും തന്നെയും ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നമുക്ക് ആരംഭിക്കുവാൻ ഇല്ല എന്നതാണ്. ആ ബിസിനസ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ട്നേഴ്സ് ആരൊക്കെ ഉണ്ടോ അവർ തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്യുന്നതോട് കൂടി തന്നെ വളരെ ഈസി ആയിക്കൊണ്ട് നമുക്കൊരു ബിസിനസ് ആരംഭിക്കുവാൻ സാധിക്കും. രജിസ്ട്രേഷൻ ഈസ് നോട്ട് കമ്പൽസറി. നമുക്കറിയാം, ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് കമ്പൽസറി അല്ല. വേണമെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം, യാതൊരു പ്രയാസമില്ല. ദി ക്ലോഷർ ഓഫ് ദി ഫേം ഈസ് ആൾസോ ഈസി. ഇനി ഒരു ബിസിനസ് നമുക്ക് അവസാനിപ്പിക്കണം, ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും വളരെ ഈസിയാണ്. അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്നതിനും അത് ക്ലോസ് ചെയ്യാനും വളരെ ഈസിയാണ് എന്നതാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. ദ സെക്കൻഡ് വൺ ഈസ് ബെറ്റർ മാനേജ്മെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഒരു സോൾ പ്രൊപ്പറേഷൻ ബിസിനസ്സിനേക്കാളും നല്ല രീതിയിലുള്ള മാനേജ്മെന്റ് നമുക്കിതിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. കാരണം ഒരു സോൾ പ്രൊപ്പറേഷൻ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു വ്യക്തി മാത്രമേ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ളൂ. ആ വ്യക്തിയുടെ കഴിവും അതുപോലെ തന്നെ ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ ബിസിനസ്സിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സംബന്ധിച്ചിടത്തോളം അതിൽ ഒന്നിലധികം ആളുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാത്തിനെയും ആ ഒരു കഴിവിനെ ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധിക്കും. ആ ബിസിനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്യാനും ഏറ്റവും നല്ല തീരുമാനങ്ങൾ ആ ബിസിനസ്സിൽ എടുക്കുവാനും സാധിക്കും എന്നതാണ്. ദി പാർട്ട്നേഴ്സ് ക്യാൻ മാനേജ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് അക്കോർഡിംഗ് ടു ദെയർ ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്. 10 പാർട്ട്നേഴ്സ് ഉള്ള ബിസിനസ് ആണെങ്കിൽ ആ 10 പേരുടെയും ഏരിയ ഓഫ് എക്സ്പെർട്ടൈസ്, ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഓരോ ആളുകളുടെയും കഴിവുകൾ എന്താണോ ആ കഴിവുകൾക്കനുസരിച്ച് കൊണ്ട് ആ ബിസിനസ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യാനും അവരുടെ ഒരു ടീം വർക്ക് ആയിക്കൊണ്ട് ആ ബിസിനസ്സിനെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാനും മാനേജ് ചെയ്യുവാനും തീരുമാനമെടുക്കുവാനും സാധിക്കും എന്നതാണ് ബെറ്റർ മാനേജ്മെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ ഈസ് മോർ ക്യാപിറ്റൽ. ഒരു സോൾ ട്രേഡിംഗ് ബിസിനസ്സിനേക്കാളും സോൾ പ്രൊപ്പറേഷൻ ബിസിനസ്സിനേക്കാളും അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ ക്യാപിറ്റൽ ബിസിനസ്സിന് ഉണ്ടാവും. ഇൻ ദിസ് ക്യാപിറ്റൽ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ എ നമ്പർ ഓഫ് മെമ്പേഴ്സ്. ഒരു സോൾ ട്രേഡിംഗ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി മാത്രമേ ഉണ്ടാവുള്ളൂ. അയാൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന അയാളുടെ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ മാത്രമേ ബിസിനസ്സിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ആ എമൗണ്ട് കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും, വളരെ കുറഞ്ഞ എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഒന്നിലധികം ആളുകൾ ആ ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നു, മെമ്പേഴ്സായിട്ട് വരുന്നു, പാർട്ട്നേഴ്സായിട്ട് വരുന്നു. സ്വാഭാവികമായിക്കൊണ്ടും അവരെല്ലാം തന്നെയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ബിസിനസ്സിനുണ്ടാവും. സോ കമ്പാരിറ്റീവ്ലി ആ ബിസിനസ്സിൽ കൂടുതൽ ക്യാപിറ്റൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്നു. ദെൻ ദി ഫോർത്ത് വൺ ഈസ് ഷെയറിംഗ് ഓഫ് റിസ്ക്. ഇവിടെ ഒന്നിലധികം ആളുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിന് വരുന്ന റിസ്കിനെ അവർക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഒരു വ്യക്തി മാത്രം എന്തിൻ്റെ ആവശ്യമില്ല, ആ ബിസിനസ്സിന് ഉണ്ടാകുന്ന റിസ്കിനെ ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല. The risk involved in running a partnership firm are shared by all the partners. ബിസിനസ്സിന് വലിയൊരു നഷ്ടം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നഷ്ടത്തെ ഒരു വ്യക്തി മാത്രം എടുക്കേണ്ട ആവശ്യമില്ല, ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതിലുള്ള പാർട്ട്നേഴ്സ് എല്ലാം തന്നെയും ആ റിസ്കിനെ ബെയർ ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ അഞ്ചാമത്തെ കാര്യം സീക്രസി. അവരുടെ കാര്യങ്ങൾ സീക്രട്ട് ആയിരിക്കും. എ പാർട്ണർഷിപ്പ് ഫേം ഈസ് നോട്ട് ലീഗലി റിക്വയർഡ് ടു പബ്ലിഷ് ഇറ്റ്സ് അക്കൗണ്ട്സ് ആൻഡ് സബ്മിറ്റ് ഇറ്റ്സ് റിപ്പോർട്ട്സ്. ഹെൻസ് ഇറ്റ് ഈസ് ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് ഇൻഫർമേഷൻ.
അതൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സീക്രസി ഇല്ല. കാരണം അവരുടെ അക്കൗണ്ട്സ് എല്ലാം തന്നെയും പബ്ലിഷ് ചെയ്യണം, അവരുടെ റിപ്പോർട്ടുകൾ അവർ സബ്മിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ പബ്ലിക്കിന് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. കാരണം അവരുടെ അക്കൗണ്ടുകൾ പബ്ലിക്കിന് പബ്ലിഷ് ചെയ്ത് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഒരു പാർട്ണർഷിപ്പിലാണെങ്കിലോ അത്തരത്തിൽ അവരുടെ അക്കൗണ്ടുകൾ പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരുടെ റിപ്പോർട്ടുകൾ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സ് ആരൊക്കെയുണ്ടോ അവർ മാത്രമേ ആ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ അറിയുകയുള്ളൂ. അവർക്കൊരു രഹസ്യ സ്വഭാവത്തെ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് സീക്രസി എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ ദീസ് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ്. അടുത്തത്, വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് പാർട്ണർഷിപ്പ്? ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഇതോടുകൂടി നമുക്ക് ഈ ഒരു ലിമിറ്റേഷൻ കൂടി നമ്മുടെ മൂന്നാമത്തെ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ പാർട്ണർഷിപ്പിൻ്റെ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കും. എന്തൊക്കെയാണ് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൻ്റെ ലിമിറ്റേഷനുകൾ? ഒന്നാമത്തെ ലിമിറ്റേഷനാണ് അൺലിമിറ്റഡ് ലയബിലിറ്റി. പാർട്ട്നേഴ്സിൻ്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്. പാർട്ട്നേഴ്സ് ആർ ലയബിൾ ടു റീപേ ഡെബ്റ്റ്സ് ഈവൻ ഫ്രം ദെയർ പേഴ്സണൽ റിസോഴ്സസ് ഇൻ കേസ് the business assets are not sufficient to meet its debts. നമ്മൾ സ്റ്റോക്ക് ട്രേഡിംഗ് കൺസേണിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, ആ പാർട്ട്നേഴ്സ് ആ ബിസിനസ്സിൻ്റെ കംപ്ലീറ്റ് ലയബിലിറ്റിക്കും അവരാണ് ലയബിൾ ആവുക. അഥവാ ബിസിനസ്സിന് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്, ആ ബിസിനസ്സിൻ്റെ കയ്യിലുള്ള അസറ്റുകൾ സഫീഷ്യൻ്റ് അല്ല, അവിടെ കടങ്ങൾ കൊടുത്തു തീർക്കാൻ അവരുടെ കയ്യിലുള്ള അസറ്റുകൾ സഫീഷ്യൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഈവൻ ഫ്രം ദെയർ പേഴ്സണൽ റിസോഴ്സസ്, അവരുടെ വ്യക്തികളുടെ ആ പേഴ്സണൽ റിസോഴ്സസ് എടുത്തിട്ടെങ്കിലും ആ ഫേമിൻ്റെ ഡെപ്റ്റ് കടം റീപേ ചെയ്യാൻ ഓരോ പാർട്ട്നേഴ്സും ലയബിളാണ്, അവർ ബാധ്യതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയാണ് ബിസിനസ്സിൽ ലയബിലിറ്റി ഉണ്ടാവുക എന്ന് നമുക്ക് ഒരു നിലക്കും പറയാൻ സാധിക്കുകയില്ല. രണ്ടാമത്തെ കാര്യമാണ് ലിമിറ്റഡ് റിസോഴ്സസ്. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിയാണ് ഇവിടെ നടക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു കൂടുതൽ റിസോഴ്സസ് ലഭിക്കും, ഇവിടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ് കമ്പാരിറ്റീവ്ലി ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. ദർ ഇസ് എ റെസ്ട്രിക്ഷൻ ഓൺ ദി നമ്പർ ഓഫ് പാർട്ട്നേഴ്സ്. ആസ് എ റിസൾട്ട് പാർട്ണർഷിപ്പ് ഫേം ഫേസ് പ്രോബ്ലം ഇൻ എക്സ്പാൻഷൻ ബിയോണ്ട് എ സർട്ടൻ ലിമിറ്റ്. ഒരു സോൾ ട്രേഡിംഗ് കൺസേണുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ റിസോഴ്സസ് കൂടുതലാണ്. കാരണം അവിടെ ആ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന റിസോഴ്സസ് ഒരു വ്യക്തിയുടെ മാത്രം റിസോഴ്സസ് ആയിരിക്കും. എന്നാൽ ഇവിടെ നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പബ്ലിക് കമ്പനിയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്പർ ഓഫ് മെമ്പേഴ്സ് അൺലിമിറ്റഡ് ആണ്. എത്ര മെമ്പേഴ്സിനും ഒരു പബ്ലിക് കമ്പനിയിൽ മെമ്പർ ആവാൻ സാധിക്കും. അവരൊക്കെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന റിസോഴ്സസ് ആ ബിസിനസ്സിന് ഉപയോഗിക്കാൻ സാധിക്കും. എന്നാൽ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിലാണെന്നുണ്ടെങ്കിൽ അതിലെ നമ്പർ ഓഫ് പാർട്ട്നേഴ്സിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇത്ര ആൾക്കാർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, 100 പേര് മാത്രം ബിസിനസ്സിൽ ഉണ്ടാവാൻ പാടുള്ളൂ എന്നിങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയും ആ ആളുകൾക്കപ്പുറം ആ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സിനപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ബിസിനസ്സിലേക്ക് പാർട്ട്നേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കില്ല. അതുപോലെ തന്നെ റിസോഴ്സസ് ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനും സാധിക്കില്ല. അപ്പോൾ ഒരു ജോയിന്റ് കമ്പനിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ റിസോഴ്സസ് ലിമിറ്റഡ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തേർഡ് ലിമിറ്റേഷൻ ഈസ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. എപ്പോഴും ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലിമിറ്റേഷനാണ് പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്റ്റ്. തർക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ ഓൺ സം ഇഷ്യൂസ് മേ ലീഡ് ടു ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുന്നത് പലപ്പോഴും ഏറ്റവും അടുത്ത ആളുകളാവും, ഫ്രണ്ട്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം. അങ്ങനെ ആരംഭിക്കുന്ന ഒരു ബിസിനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഏറ്റവും അടുത്ത ആളുകളായിരിക്കും എന്ത് ചെയ്യുക, ഏറ്റവും വലിയ പ്രശ്നക്കാരാക്കുക. നമ്മൾ എത്രത്തോളം ആളുകളുടെ അടുക്കുന്നോ ആ അടുത്ത ആളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത്, ആ സുഹൃത്തുമായിട്ട് എന്തെങ്കിലും ചെറിയ വിഷയത്തിൽ നമ്മളൊന്ന് തെറ്റിക്കഴിഞ്ഞാലോ അതായിരിക്കും വലിയ രീതിയിൽ തെറ്റ്, ഭയങ്കരമായ തെറ്റ് അതായിരിക്കും. അപ്പോൾ അടുത്ത ആളുകൾ തെറ്റുമ്പോഴാണ് എന്ത് ചെയ്യുക,
കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുക. എന്ന് പറഞ്ഞതുപോലെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ സാധാരണഗതിയിൽ ഏറ്റവും അടുത്ത ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആയിരിക്കും ബിസിനസ്സിൽ ഉണ്ടാകുക. ആ ആളുകൾ തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു കോൺഫ്ലിക്റ്റിലേക്കും ഈവൻ ആ ബിസിനസ് ക്ലോസ് ചെയ്തു പോകുന്നൊരവസ്ഥയിലേക്ക് വരെ എത്താൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ കൂടുതൽ കണ്ടുവരുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സോ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയോ ക്ലോസ് ചെയ്ത് പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് പാർട്ണർഷിപ്പ് ബിസിനസ്സുകളാണ് പലപ്പോഴും അവസാനിപ്പിച്ച് പോകും നമ്മൾ കാണുന്നത്. ഈ ഒരു പ്രശ്നമല്ലാതെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടാവും എന്നതാണ്. നാലാമത്തെ കാര്യം ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. പാർട്ണർഷിപ്പ് ബിസിനസ്സിന് കണ്ടിന്യൂറ്റി കുറവാണ്. ദി പാർട്ണർഷിപ്പ് കംസ് into an end with the death, retirement, insolvency or lunacy of any partner. ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ഏത് സമയത്തും അവസാനിക്കാം. ഏതെങ്കിലും ഒരു പാർട്ണർ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പാർട്ണർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ, പാർട്ട്നേഴ്സ് ഇൻസോൾവൻ്റ് ആവുകയാണെങ്കിൽ, ഏതെങ്കിലും പാർട്ട്നേഴ്സ് ലുനാറ്റിക് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന സംഗതി നടക്കും. ഇറ്റ് മേ റിസൾട്ട് ഇൻ ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്നുള്ളതിലേക്ക് പോകുന്നില്ല, പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന ആ ബിസിനസ് ആരംഭിച്ച ആളുകൾ തമ്മിലുള്ള ആ അഗ്രിമെൻ്റ് അവിടെ അവസാനിക്കുകയും ആ ബിസിനസ് അവിടെ ആ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്ന സംഗതി സംഭവിക്കുകയും ചെയ്യും എന്നതാണ്. അഞ്ചാമത്തെ കാര്യം ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. പബ്ലിക്കിന് ഇവരെ പറ്റി വേണ്ടത്ര വിശ്വാസമല്ല. കാരണം എന്താ? എ ഫേം ഈസ് നോട്ട് ലീഗലി റിക്വയർഡ് ടു പബ്ലിഷ് ഇറ്റ്സ് ഫിനാൻഷ്യൽ റിപ്പോർട്ട്സ് ടു പബ്ലിക്. നേരത്തെ നമ്മൾ പറഞ്ഞു അവർക്ക് സീക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. കാരണം അവിടെ ഫിനാൻഷ്യൽ അക്കൗണ്ടുകൾ, ഫിനാൻഷ്യൽ റിപ്പോർട്ടുകൾ പബ്ലിക്കിന് പബ്ലിഷ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സ് ആരൊക്കെയുണ്ടോ അവർ മാത്രം അറിഞ്ഞാൽ മതിയാവും. അത് നമ്മൾ സീക്രസി എന്നുള്ള വിഷയത്തിൽ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതേ കാര്യത്തെ നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് ആയിക്കൊണ്ട് ഡീമെറിറ്റ് ആയിക്കൊണ്ട് പറയുന്നു. കാരണം ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാനുള്ള ഒരു സോഴ്സ് ആർക്കില്ല, പബ്ലിക്കിനില്ല. എന്തൊക്കെയാണ് ബിസിനസ് നടക്കുന്നത്, ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി എന്താണ്, ആ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എന്താണ്, അസറ്റുകൾ എത്രയുണ്ട്, ലയബിലിറ്റീസ് എത്രയുണ്ട്, അങ്ങനെ തുടങ്ങിയിട്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു കാര്യങ്ങളും അറിയാനുള്ള ഒരു സാധ്യത പബ്ലിക്കിനില്ല. സ്വാഭാവികമായിക്കൊണ്ടും അവർക്കെന്തില്ല, ആ ബിസിനസ്സിനെ പറ്റിയുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയില്ല. ആസ് എ റിസൾട്ട് ദി കോൺഫിഡൻസ് ഓഫ് ദി പബ്ലിക് ഇൻ പാർട്ണർഷിപ്പ് ഫേം ഇസ് ജനറലി ലോ. എന്താണ് ആ ബിസിനസ്സിൽ നടക്കുന്നത് എന്ന് അറിയുവാനുള്ള സാധ്യത പബ്ലിക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് ആ ബിസിനസ്സിനെ പറ്റിയുള്ള വിശ്വാസ്യതയും കുറവായിരിക്കും എന്ന് നാം മനസ്സിലാക്കുക. സോ ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് പാർട്ണർഷിപ്പ് ബിസിനസ്. അപ്പോൾ ഇത്രയും വളരെ വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. എന്താണ് പാർട്ണർഷിപ്പ് എന്നും പാർട്ണർഷിപ്പ് ഡീഡും, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്, മൈനർ ആസ് എ പാർട്ട്ണർ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ്, അഡ്വാൻറ്റേജസ് ഓഫ് പാർട്ണർഷിപ്പ്, ഡിസഡ്വാൻറ്റേജസ് ഓഫ് പാർട്ണർഷിപ്പ് തുടങ്ങിയിട്ടുള്ള വളരെ വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ് പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. എന്താണ് ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി? അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നാം അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ആൾ.